ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ പെരട്ട് റെസിപ്പിയുമായിട്ടാണ്. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നാടൻ ചിക്കൻ പെരട്ടാണിത്. ഈ റെസിപ്പിയിൽ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊന്നിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനൊരു 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നാടൻ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. 600 ഗ്രാം ചിക്കന് ഞാൻ എടുത്തത് 4.25 ടീസ്പൂൺ മുളക് പൊടി, 3.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിയും കുരുമുളകും ഒക്കെ നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം. ആവശ്യത്തിന് തേങ്ങ എണ്ണ, കറിവേപ്പിലയും തേങ്ങ എണ്ണയും നമുക്ക് കുറച്ചധികം വേണം. ഒരു പിടി പുതിനയില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്. ആദ്യം നമുക്ക് ഈ ചിക്കൻ പൊടികളൊക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള മല്ലിപ്പൊടിയിൽ നിന്നും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലയും കൂടി 1 ടീസ്പൂൺ ചേർക്കാം. ബാക്കിയുള്ള പൊടികൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ചിക്കനും പൊടികളുമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ എണ്ണ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ എണ്ണയൊന്ന് ചൂടായതും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും ഓരോ ടീസ്പൂൺ വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകുമെന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഇപ്പോൾ 1 ടീസ്പൂൺ വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഒരുപാട് ചേർക്കണം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി പുതിനയില ചേർക്കാം. ഇതിൻ്റെ ആക്ച്വൽ റെസിപ്പിയിൽ അവർ രമ്പയിലയും ചേർക്കാറുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ച് ഇത് ഡ്രൈ ആവുന്നവരെ വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തീ സിമ്മിലിട്ടതിന് ശേഷം വീണ്ടും അടച്ച് ഒരു 2-3 മിനിറ്റും കൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായതും 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ചിക്കൻ കുക്ക് ചെയ്തപ്പോഴും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫൈനലായിട്ട് ചിക്കനിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുപാട് ചേർക്കാം. അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതെടുത്ത് ചിക്കനിലോട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും പൊടികൾ മാത്രം വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇത് ആ ഹോട്ടലിൽ സെർവ് ചെയ്യുന്നത് പുട്ടിൻ്റെ കൂടെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.